ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് പറയുന്നത്. പിയർ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ സപ്പോർട്ടറുടെ നിയമനമാണ് ആദ്യമായിട്ടുള്ളത്. നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ കീഴിൽ ജില്ലയിലെ ചികിത്സാ കേന്ദ്രങ്ങളായ ഇടുക്കി ജില്ലാ ആശുപത്രി, തൊടുപുഴ താലൂക്ക് ആശുപത്രി, അടിമാലി എന്നിവിടങ്ങളിൽ പിയർ എഡ്യൂക്കേറ്റർ അഥവാ സപ്പോർട്ടർമാരെ ഇൻസെന്റീവ് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഓരോ ഒഴിവ് വീതമാണുള്ളത്. സെപ്റ്റംബർ 26 രാവിലെ 11 മണി മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നതാണ്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഹെപ്പറ്റൈറ്റിസ് ബി സി രോഗബാധിതരല്ല അല്ലെങ്കിൽ സുഖം പ്രാപിച്ച വ്യക്തിയായിരിക്കണം. കുറഞ്ഞത് +2 പാസ്സായിരിക്കണം. പ്രാദേശിക ഭാഷയിലുള്ള മികച്ച അറിവും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രവർത്തന പരിചയവും ഉണ്ടായിരിക്കണം. അടിസ്ഥാന കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി പരിജ്ഞാനം എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ഇത്തരക്കാരുടെ അഭാവത്തിൽ പൊതുവിഭാഗത്തിൽ നിന്നും നിയമനം നടത്തുന്നതാണ്. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും, ആധാർ, വോട്ടർ ID എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി 04862 233 030 എന്ന നമ്പറിലോ 04862 296 449 എന്ന നമ്പറിലോ വിളിച്ച് ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി നഴ്സിംഗ് ലെക്ചറുടേതാണ്. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്ക് മാത്രം ബോണ്ടഡ് നഴ്സിംഗ് ലെക്ചറർമാരുടെ 11 ഒഴിവുകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നതാണ്. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 25,000 രൂപയാണ് വേതനം. സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള MSc നഴ്സിംഗ് വിജയവും KNMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ് കവിയാൻ പാടില്ല. SC ST ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത വയസ്സിളവിന് അർഹതയുണ്ട്. താല്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റയും തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 23 രാവിലെ 11 മണിക്ക് കോളേജിൽ ഹാജരാവുക. അടുത്ത വേക്കൻസി ഓഡിറ്റ് ഓഫീസറുടേതാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഇന്റേണൽ ഓഡിറ്റ് ഓഫീസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 27 വൈകിട്ട് 3 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുക. വിശദ വിവരങ്ങൾ അറിയാനായി www.rcctvm.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നെക്സ്റ്റ് വേക്കൻസി റിസർച്ച് അസിസ്റ്റന്റിന്റേതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ യൂണിസെഫ് ഫണ്ടഡ് പ്രോജക്റ്റിലേക്ക് 6 മാസത്തേക്ക് 2 റിസർച്ച് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. പ്രതിമാസ വേതനം 30,000 രൂപയാണ് ലഭിക്കുക. PGDCCDയും 1 വർഷ പരിചയവും അല്ലെങ്കിൽ MA സൈക്കോളജി എന്നിവയാണ് യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, അപേക്ഷ എന്നിവയുമായി സെപ്റ്റംബർ 23 രാവിലെ 11 മണിക്ക് CDCയിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിന് നേരിട്ട് ഹാജരാവുക. വിശദ വിവരങ്ങൾക്കായി www.cdckerala.org എന്ന വെബ്സൈറ്റിലോ 0471 255 35 40 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി വയനാട് വരദൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശാ വർക്കർമാരെ നിയമിക്കുന്നു. കണിയാമ്പറ്റ പഞ്ചായത്തിലെ 12, 14, 15, 16 വാർഡുകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുക്കാം. വിവാഹിതരായ 25-45 ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ വാർഡുകളിൽ സ്ഥിരതാമസമുള്ളവർക്ക് മുൻഗണനയുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ അസൽ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, ഫോൺ നമ്പർ, ഫോട്ടോ, ബയോഡാറ്റ, അപേക്ഷ സഹിതം സെപ്റ്റംബർ 26 രാവിലെ 9 വരദൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാവുക. ഫോൺ നമ്പർ 04936 289 166. അടുത്ത വേക്കൻസി എംപ്ലോയബിലിറ്റി സ്കിൽസ് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ അഭിമുഖം നടക്കുന്നു. പട്ടികജാതി വികസന വകുപ്പിന്റെ അധീനതയിലുള്ള ദക്ഷിണ മേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന ITIകളിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു.
നിശ്ചിത സമയത്തേക്ക് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന വിഷയം പഠിപ്പിക്കുന്നതിനാണ് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. അപേക്ഷകർ BBA അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി, ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയത്തിനുള്ള കഴിവും +2 അല്ലെങ്കിൽ ഡിപ്ലോമ തലത്തിലുള്ള അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാന യോഗ്യതയും ഉള്ളവരായിരിക്കണം. ഇന്റർവ്യൂ സെപ്റ്റംബർ 25 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം വെള്ളയമ്പലം അയ്യങ്കാളി ഭവനിൽ പ്രവർത്തിക്കുന്ന ദക്ഷിണമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ പകർപ്പ് എന്നിവ സഹിതം നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഗസ്റ്റ് ഇൻസ്ട്രക്ടർക്ക് മണിക്കൂറിന് 240 രൂപ പ്രതിഫലം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാനായി താൽപ്പര്യമുള്ളവർ 0471 231 6680 എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി CDITൽ സ്കാനിംഗ് അസിസ്റ്റന്റിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. CDIT സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിൽ ജോലി നേടാൻ അവസരം. സ്കാനിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി സെപ്റ്റംബർ 18 വരെ അപേക്ഷിക്കാം. SSLC വിജയിച്ചവരായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT കോഴ്സുകളിൽ ഏതെങ്കിലും സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റോ ഡിപ്ലോമയോ ഉള്ള വിദ്യാർത്ഥികൾക്ക് 10 മാർക്കിന്റെ വെയിറ്റേജ് ലഭിക്കുന്നതാണ്. ഡിഗ്രിയോ 3 വർഷത്തെ ഡിപ്ലോമയോ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് 10 മാർക്കിന്റെ കൂടുതൽ വെയിറ്റേജും നൽകുന്നതാണ്. സ്കാനിംഗ് ഡിജിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയത്തിന് 10 മാർക്ക് ലഭിക്കും. ഈ മാർക്കുകളും അല്ലെങ്കിൽ ഇന്റർവ്യൂ മാർക്കുകളും ബാധകമായ രീതിയിൽ ചേർത്തതിനു ശേഷം മെറിറ്റിന്റെ ക്രമത്തിൽ അന്തിമ എംപാനൽമെന്റ് ലിസ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കിയ ശേഷമാണ് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. ഡൊമൈനിൽ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഏത് ഷിഫ്റ്റിലും ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മുൻഗണന നൽകുന്നതാണ്. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലായിരിക്കും നിയമനം നടത്തുക. പൂർത്തിയാക്കിയവർക്ക് ജോലിക്ക് പീസ് റേറ്റ് അടിസ്ഥാനത്തിലായിരിക്കും പ്രതിഫലം ലഭിക്കുക. www.cdit.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അപേക്ഷ സമർപ്പിക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ജോലി ഒഴിവുകൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.